നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നാടിനെ ഒന്നടങ്കം വേദനയിലാക്കിക്കൊണ്ടുണ്ടായ അപകടം, അതായത് വിനോദയാത്ര പോയ അധ്യാപകരൊന്നടങ്കം തിരികെ വന്നത് ജീവൻ നിലച്ചുകൊണ്ട്. അങ്ങനെ തിരികെ വന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി കാത്തിരുന്നത് ആ ഒരു ഡ്രൈവറുടെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ചികിത്സയിലാണ്, ഇത്രയും പെട്ടെന്ന് ചികിത്സയെല്ലാം റെഡിയായിട്ട് അദ്ദേഹം തിരിച്ചു ജീവിതത്തിലേക്ക് വരുമെന്നും അപ്പോൾ എന്താണ് ആ ഒരു അവസാന സെക്കൻഡിൽ സംഭവിച്ചത് എന്നത് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ജനങ്ങൾ. പക്ഷേ ആ പ്രതീക്ഷകൾ അവസാനിക്കുന്നു. ഇനി ആ ഒരു 10 സെക്കൻഡിൽ എന്താണ് സംഭവിച്ചത് എന്നത് ആർക്കും തന്നെ കണ്ടെത്താൻ സാധിക്കില്ല. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട, അധ്യാപകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രൈവറും നിലവിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് വാൽപ്പാറ ചുരത്തിൽ നിന്ന് വലിയ അപകടമുണ്ടായ സാഹചര്യത്തിൽ ചികിത്സയിലായിരുന്ന ഡ്രൈവർ മരണപ്പെട്ടു. ഈ മരണം കൂടെയാകുമ്പോൾ മരണസംഖ്യയും വർദ്ധിക്കുന്നു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു നൌഷാദ്. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. പാങ് GLP സ്കൂളിലെ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നൌഷാദ്. ഇതോടുകൂടെ മരിച്ചവരുടെ എണ്ണം 10 മാറി എന്നുള്ള ഒരു വേദന കൂടെയുണ്ട്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് അലി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. നൌഷാദിന്റെ വിയോഗത്തോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു എന്നതും, അപകടത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ ഒരു അവസാന സെക്കൻഡിൽ എന്ത് സംഭവിച്ചു എന്ന് ഇനി ആർക്കും തന്നെ അറിയാൻ സാധിക്കില്ല എന്നതും വലിയ രീതിയിൽ വേദനപ്പെടുത്തുന്നുണ്ട്. നൌഷാദിന്റെ മരണം അപകടത്തിന്റെ യാഥാർത്ഥ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെ വീണ്ടും സങ്കീർണമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നൌഷാദിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് നിലവിൽ കുടുംബവും രംഗത്തേക്ക് വരുന്നുമുണ്ട്. പുലർച്ചെ നൌഷാദിന്റെ ആരോഗ്യനില വഷളായിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ എത്താൻ വൈകി എന്നാണ് മരണം സംഭവിക്കാൻ കാരണമായിട്ട് ബന്ധുക്കൾ ആശങ്കയോടെ ചൂണ്ടിക്കാട്ടുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മതിയായ ശ്രദ്ധ ലഭിച്ചില്ല എന്ന് കുടുംബം പരാതി നൽകുന്നു. നൌഷാദിന്റെ മരണത്തോടെ ചികിത്സാ പിഴവ് സംബന്ധിച്ച പുതിയ തർക്കങ്ങൾക്കും ഇത് തുടക്കമിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ നൌഷാദിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് അത്രയും പേരെ, 9 പേരെ കൊണ്ടുപോയി കൊന്നില്ലേ എന്നായിരുന്നു നൌഷാദിനെ കുറിച്ച് പലരും സംസാരിച്ചത്. ഒരു വിനോദയാത്ര പോകുമ്പോൾ ഡ്രൈവർ ആയതുകൊണ്ട് മാത്രം എന്തിന് പരിചയമില്ലാത്ത സ്ഥലത്ത് വാഹനം ഓടിക്കാൻ തയ്യാറെടുത്ത് ഇറങ്ങിത്തിരിച്ചു എന്ന് നൌഷാദിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും അയാൾ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ കുടുംബം അയാളെ കാത്തിരുന്നത്. പക്ഷേ അതിനിടയിൽ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അതിദാരുണം തന്നെയാണ്. നിലവിൽ വലിയ വിവാദം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് കൂടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നത് ശ്രദ്ധേയം. ഡ്രൈവറുടെ പരിചയക്കുറവാണ് വാൽപ്പാറയിൽ ഹെയർപിൻ വളവുകളിൽ വച്ച് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറഞ്ഞതിന് കാരണം എന്നുള്ള വാദം വലിയ രീതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. വളവുകൾ നിറഞ്ഞ മലമ്പാതയിൽ വാഹനം നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച പിഴവെന്ന് ദുരന്തത്തിന് കാരണമായി മാറിയതെന്ന് മോട്ടോർ വാഹന വകുപ്പും പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. ഈ വാദത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത നൌഷാദിൽ നിന്ന് ലഭിക്കും എന്ന് കരുതിയിരുന്നവർക്കാണ് അദ്ദേഹത്തിന്റെ വേർപാട് വാർത്ത തിരിച്ചടിയായി മാറുന്നത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേർക്ക് ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സ തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുള്ള മുഹമ്മദ് ഫായിസിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് വിവരം. അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിന്റെ വിദഗ്ധ നിരീക്ഷണത്തിൽ കൂടെയാണ്. അതേസമയം കോയമ്പത്തൂരിൽ തന്നെ ചികിത്സയിലുള്ള സഹദിൽ മുഹമ്മദിന്റെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ള ആശ്വാസവും വരുന്നുണ്ട്. ഇദ്ദേഹത്തെ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയെന്നാണ് വിവരം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിന്റെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണ് എന്ന് ഡോക്ടർ അറിയിച്ചു. മസ്നിനെ വാർഡിലേക്ക് മാറ്റിയതായാണ് സൂചന. പരിക്കേറ്റവരിൽ ചിലർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് നേരിയ ആശ്വാസം നൽകുന്നുവെങ്കിലും പ്രിയപ്പെട്ട ഡ്രൈവർ നൌഷാദിന്റെ മരണം ഒരു വലിയ വേദനയായി മാറുന്നു. അതേസമയം നൌഷാദിനെതിരെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടെ നടക്കുന്നുണ്ട്. വാൽപ്പാറ ദുരന്തത്തിൽ ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിലൂടെ വ്യാപകമായിട്ട്
RV മായ എന്ന് പറയുന്ന ഒരു യുവതിയുടെ പ്രവചനം പ്രചരിച്ചിരുന്നു. ആ പ്രവചനങ്ങൾ വലിയ ആശങ്കയിലേക്കാണ് ഇപ്പോൾ എത്തിക്കുന്നത്. ഏപ്രിൽ 10-നോ 11-നോ ആണ് മായ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരാനിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് സൂചന നൽകിയത്. ഒരു വലിയ അപകടം, ബസ് അല്ല എങ്കിൽ ട്രാവലർ, മലമുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീഴുന്നതായും ആളുകൾ ചിതറിപ്പോകുന്നതായും മായ ടെലിപ്പതിയിലൂടെ ദർശിച്ചു എന്നാണ് അറിയിച്ചത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് 3 കുട്ടികൾ ഉണ്ടാകുമെന്ന് മായ കൃത്യമായി പറഞ്ഞിരുന്നു. വാൽപ്പാറ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നത് 3 കുട്ടികൾ. കേരള തമിഴ്നാട് അതിർത്തിയിലായിരിക്കും അപകടമുണ്ടാകുക എന്നും മായ മുൻകൂട്ടി പ്രവചിച്ചു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം വാഹന നമ്പറിലെ പൊരുത്തം തന്നെയാണ്. അപകടത്തിൽപ്പെട്ട ട്രാവലറിന്റെ നമ്പറും മായയുടെ സ്വന്തം ഇരുചക്ര വാഹനത്തിന്റെ അവസാന നമ്പറുമായിട്ടുള്ള 7288 സമാനം. ഇത് വിധി തനിക്ക് നൽകിയ ഒരു കടുത്ത മുന്നറിയിപ്പായിരിക്കാം എന്നാണ് മായ വിശ്വസിക്കുന്നതെന്നും പോസ്റ്റിലൂടെ ഉള്ളടക്കമായി പറയുന്നു. പക്ഷേ അപകടമുണ്ടാകുന്നതിന്റെ 6 ദിവസം മുൻപ് മായ പങ്കുവച്ച പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വലിയ അപകടം, ബസ് കൊക്കയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നത് കാണുന്നു എന്നതായിരുന്നു യുവതിയുടെ പോസ്റ്റ്. ഇറ്റ്സ് ടെലിപ്പതി. വരാൻ പോകുന്ന ഒരു കാര്യം ടെലിപ്പതിയായി കണ്ടു. അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടു. അത് സത്യമാകാം, അല്ലാതെയാകാം. സത്യമായും നടക്കാതെയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തായാലും അവധിക്കാലത്തും അല്ലാതെയും യാത്ര തിരഞ്ഞെടുക്കുന്നവർ നന്നായി ശ്രദ്ധിച്ച് പോയി വരിക. അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ താൻ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് പ്രയോഗിച്ചു എന്നും അതിന്റെ ഫലമായി മരണസംഖ്യ കുറഞ്ഞു എന്നും മായ തന്റെ പോസ്റ്റിലൂടെ പിന്നീട് വ്യക്തമാക്കി. മാക്സിമം ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഈ അപകടങ്ങളുടെ തീവ്രതയെങ്കിലും കുറയ്ക്കാൻ ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ജാഗ്രത വരുമ്പോൾ മാറും എന്നുള്ളതാണ് യുവതി അവകാശപ്പെടുന്നത്. ഈ പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇവരെ ദുർമന്ത്രവാദിയായിട്ടും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ആയിട്ട് അധിക്ഷേപിക്കുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിത്രീകരണങ്ങളൊന്നും തന്നെ വേണ്ട. താനൊരു റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല ഈ കാര്യങ്ങളെന്നും തൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ഇത്തരം ടെലിപ്പതികൾ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുൻകരുതലായി മാറുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് താൻ ഇത്തരത്തിൽ പ്രവചനം നടത്തുന്നത് എന്നുമൊക്കെയാണ് യുവതി പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ യുവതിയുടെ പോസ്റ്റുകൾ പലരും റീചെക്ക് ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ റീചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെട്ട സംഭവം, അർജുൻ, അതായത് ലോറി ഡ്രൈവറായ അർജുൻ മണ്ണിനടിയിൽ ആയിപ്പോയ സംഭവം, അങ്ങനെ പല സംഭവങ്ങളും സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചതായി കാണാൻ സാധിച്ചു. ഇതോടുകൂടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ തന്നെ വലിയ ആശങ്കകളാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇവർക്ക് ഇത്ര കൃത്യമായിട്ട് മനസ്സിലാകുന്നത് എന്നുള്ള ചോദ്യവും ആശങ്കയുമാണ് ജനങ്ങൾക്ക്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ വാൽപ്പാറയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തെക്കുറിച്ചുള്ള ടെലിപ്പതി വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാകുന്നുണ്ട്. യുവതിക്കെതിരെയും സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും യുവതിയുടെ പ്രവചനങ്ങൾ അതിൻ്റെ ഒരു ആശങ്കയാണ് പലരിലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന യുവതിയുടെ പ്രവചനം. അതിന് ശേഷം ഏകദേശം 6 ദിവസങ്ങൾക്ക് ഇപ്പുറത്തേക്കാണ് വെള്ളിയാഴ്ച ഒരു അപകടം ഉണ്ടാകുന്നത്. വലിയ ഒരു അപകടം എന്ന് പറയാൻ കാരണം ആ വാഹനത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകൾ മരണപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ്. മലപ്പുറം വളാഞ്ചേരി കുറുവ പഞ്ചായത്ത് പാങ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെയുള്ള 13 പേരടങ്ങുന്ന ഒരു വിനോദയാത്ര പോവുകയായിരുന്നു. ആ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം സ്വദേശികളായ 5 അധ്യാപകരും ജീവനക്കാരും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേർ അന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു. കോയമ്പത്തൂർ ജില്ലയിലെ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ചുരത്തിന്റെ 13ാം ഹെയർപിൻ വളവിൽ വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുകയും അതേ തുടർന്ന് 9ാം വളവിലേക്ക് ആഴത്തിൽ ആ വാഹനം പതിക്കുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു. ആതിരപ്പള്ളിയും വാൽപ്പാറയും സന്ദർശിച്ച് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയ സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ നൌഷാദിന്റെ ജീവനും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടെ വാൽപ്പാറ ദുരന്തത്തിന്റെ മരണസംഖ്യ വർദ്ധിച്ചു. മരണം 10 ആയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും എന്താണ് ആ അവസാന നിമിഷത്തിൽ സംഭവിച്ചത് എന്നുള്ളത് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നൌഷാദിന്റെ ഒരു മൊഴിയായിരുന്നു ഇതിനൊക്കെയുള്ള ഉത്തരം. പക്ഷേ ഇനി അതും ലഭിക്കില്ല.